പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലോകം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഹജ്ജിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നിൽക്കുന്ന നമ്മളുടെ നാടുകളടക്കമുള്ള നാടുകളിൽ നിന്ന് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും മുസ്ലിം സഹോദരങ്ങൾ ഹജ്ജിന് നിയ്യത്ത് വെച്ച് ഹജ്ജ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന, യാത്രക്കൊരുങ്ങി നിൽക്കുന്ന വേളയാണ്. ഈ സന്ദർഭത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റ് വലിയ കാലുഷ്യമാർന്ന ഒരു യുദ്ധ സാഹചര്യത്തിൽ തുടരുകയാണ്. ലോകത്ത് ഹജ്ജ് സമാധാനപൂർണമായി നിർവഹിക്കപ്പെടുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും ആഗ്രഹവും വലിയ ഒരു സ്വപ്നവും എപ്പോഴും വലിയ താല്പര്യമുള്ള കാര്യവുമായിരിക്കണം. ആ നിലക്ക് ഈ വർഷത്തെ ഹജ്ജ് ഹാജിമാർക്കെല്ലാവർക്കും ഏറ്റവും വിശുദ്ധമായി നിർവഹിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഹജ്ജിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ, സഹോദരിമാർ, അവർ മഖ്ബൂലും മബ്റൂറുമായി ഏറ്റവും മനോഹരമായ ഒരു ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഏറ്റവും സുരക്ഷിതമായ ഒരു ഹജ്ജ് യാത്ര സാധ്യമാകാൻ ദുആ ചെയ്യേണ്ട സന്ദർഭമാണ്. അതിൽ ഒരു തിന്മയും ഹജ്ജ് വരെ, ഹജ്ജിനു ശേഷവും ഹജ്ജിലേക്കുള്ള കർമ്മങ്ങളിലുമൊന്നും ഒരു ഫിസ്കും ഒരു അധർമ്മവും ഒരു തിന്മയും കലരാതിരിക്കാൻ, ഷിർക്കിന്റെ ഒരു ചെറിയ ലാഞ്ചന പോലും ഇല്ലാതെ ഏറ്റവും നല്ല തൗഹീദിന്റെ ഏറ്റവും മുറപ്രകാരമുള്ള മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും ഹജ്ജ് യാത്രകൾക്കുടെ വേളകളിൽ ഒരു ദൂരമുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ വലിയൊരു യാത്ര നിർവഹിക്കുന്നു എന്ന അർത്ഥത്തിൽ മക്ബറകളിൽ ചെന്ന് യാത്ര ചോദിക്കുന്നവരും ആ ഖബറാളികളോട് പ്രാർത്ഥിച്ച് അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങി യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. ചെയ്യരുത് സഹോദരങ്ങളെ. നമ്മളുടെ വലിയ ലക്ഷ്യത്തെ മുറിവേൽപ്പിക്കുന്ന, അള്ളാഹു അത് സ്വീകരിക്കാതെ പോകാൻ വരെ കാരണമായി തീരാവുന്ന വലിയ തെറ്റാണ് എന്ന ബോധം നമുക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തത്, ഹജ്ജിന് വേണ്ടി തയ്യാറാകും വലിയ സാമ്പത്തികം മുടക്കി ആളുകളെ കൂട്ടി ഹജ്ജ് കല്യാണങ്ങൾ നടത്തി ഹജ്ജ് യാത്രയപ്പുകൾ നടത്തുന്നുണ്ട്. മാറി നിൽക്കണം നമ്മൾ. പ്രത്യേകിച്ചും ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ചുരുങ്ങിയ യാത്ര, എല്ലാവരോടും യാത്ര പറയാം, എല്ലാവരോടും നമ്മളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാം. എന്നാൽ വലിയ മാമാങ്കങ്ങളിലേക്ക് പോകാതെ ലളിതമായ രീതിയിൽ ഹജ്ജ് യാത്രകൾ നടത്തി ഏറ്റവും വിശുദ്ധമായ രീതിയിൽ കർമ്മങ്ങൾ, ഫതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വ, നിങ്ങൾ യാത്രാ ഒരുക്കങ്ങൾ നടത്തണം.